Go away. Go away, stupid. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നിലപാട് ശക്തമാക്കിയതോടെ പശ്ചിമ ബംഗാളിലെ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ കൂട്ടത്തോടെ തിരികെ പോവുകയാണ്. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. ബിജെപി സർക്കാർ അധികാരത്തിലെത്തിയതോടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധന ശക്തമാക്കി. വീട്ടുജോലിക്ക് മറ്റുമായി 100 കണക്കിന് പേരാണ് അതിർത്തി കടന്ന് ബംഗാളിലെത്തിയിരിക്കുന്നത്. ഇത്തരക്കാർ കൂട്ടത്തോടെ അതിർത്തി വഴി സ്വദേശത്തേക്ക് ഇപ്പോൾ മടങ്ങുകയാണ്. സജിത്, അധികൃത കുടിയേറ്റക്കാർ കൂട്ടത്തോടെ അതിർത്തികൾ വഴി ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് മടങ്ങുകയാണ്. ബംഗ്ലാദേശിൽ ബംഗാളിലെ ഭരണമാറ്റമാണ് ഇതിന് ഇടവെക്കുന്നത്. നേരത്തെ മമതാ സർക്കാരും ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്ക് എല്ലാ സഹായങ്ങളും നൽകുന്നു എന്നതായിരുന്നു ഉണ്ടായ സാഹചര്യം. ഒന്ന് SIR നടപ്പിലായി. ഇതോടുകൂടി വോട്ടവകാശമില്ല. കുടിയേറ്റക്കാർ, ഇവിടുത്തെ അനധികൃത താമസക്കാർ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ നാടുകളിലേക്ക് മടങ്ങുന്നു എന്നാണ് സാഹചര്യം. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. എന്നാൽ ഭരണമാറ്റം സംഭവിച്ചതോടുകൂടി അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ പരിശോധനകൾ കർശനമാക്കി. ഇതോടുകൂടിയാണ് അതിർത്തികളിൽ ഈ വലിയ തരത്തിലുള്ള മടങ്ങിപ്പോക്ക് പ്രകടമാവുന്നത്. അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. BSFന് ഇതുവരെ ഒരു സംസ്ഥാനത്ത് ഒരു കേന്ദ്രം സ്ഥാപിക്കാനുള്ള അനുമതി സംസ്ഥാന സർക്കാർ അതിനുള്ള സ്ഥലം വിട്ടു നൽകിയിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ ആദ്യ തീരുമാനങ്ങളിലൊന്നായി BSFന് ആ തരത്തിലൊരു സ്ഥലം വിട്ടുകൊടുത്തു. ഒപ്പം തന്നെ അതിർത്തി മേഖലകളിൽ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട്. ഈ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിർത്തി വഴിയുള്ള കടന്നുകയറ്റം തടയുന്നതിന് വേണ്ടിയുള്ള കർശന നടപടികൾ പുതിയ സർക്കാർ ആരംഭിച്ചു. പിന്നാലെയാണിപ്പോൾ നിലവിലിവിടെ ഉണ്ടായിരുന്ന അനധികൃത താമസക്കാർ വിട്ടുപോകുന്നത്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അതിർത്തി മേഖലകളിൽ പലയിടങ്ങളിലും കൂട്ടത്തോടെയുള്ള കാഴ്ചയാണ്. കൂട്ടത്തോടെ ആളുകൾ പലായനം ചെയ്യുന്നത്, ബംഗ്ലാദേശിലേക്ക് ആളുകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിന്റെ അതിർത്തി മേഖലകളിൽ പ്രകടമാവുന്നത്.